നമസ്കാരം സുഹൃത്തുക്കളെ. കേരള ജനതയ്ക്ക്, പ്രബുദ്ധരായ മലയാളികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മളുടെ എവരിത്തിങ് ഹാപ്പിനെസ് ചാനലിലെ ഡിസ്കഷൻ തുടങ്ങാം. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന വാക്കുകൾ അനർത്ഥമാക്കും വിധം ഈ നടന്ന അസംബ്ലി ഇലക്ഷനിൽ കേരള ജനത വളരെ ബിഗ് മജോറിറ്റിയിൽ UDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ വരുത്തുകയാണ്. LDF ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം കേരളീയ സമൂഹത്തിലെ ഓരോ ചിന്തിക്കുന്ന പൗരനും ഒരു ഭീഷണിയായി തോന്നപ്പെട്ടു. ഉദാഹരണത്തിന്, ജാതി ഭേദം വളർത്തി എങ്ങനെ മുതലെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു പാഠശാലയാണ് നമ്മൾ ഇലക്ഷനിൽ കണ്ടത്. കേരളത്തിലെ ജനങ്ങൾ ജാതി വിദ്വേഷവും മതവിദ്വേഷവും ഒന്നും ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ജാതി മതസ്ഥരും ജാതിഭേദ മതദ്വേഷമില്ലാതെയാണ് ജീവിക്കുന്നത്. അതിന് വിഘാതം വരുത്തിക്കൊണ്ട്, അതായത് ഭൂരിപക്ഷ വർഗീയതയെ മുതലെടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഭിന്നിപ്പുണ്ടാക്കി ഭരണസിനാ കേന്ദ്രങ്ങളിൽ ഭരിക്കുന്നതിനു വേണ്ടി, ജനങ്ങളെ ഭരിക്കുന്നതിനു വേണ്ടി അടുത്ത ടേമും കൂടെ അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമങ്ങളെയാണ് ജനങ്ങൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്തത്. ഉദാഹരണമായി, ഗവൺമെൻറ് വിചാരിച്ചു ജനങ്ങളെ എങ്ങനെയെങ്കിലും വിഡ്ഢികളാക്കാം. ഉദാഹരണത്തിന്, മതവിദ്വേഷം പറഞ്ഞ്, അല്ലെങ്കിൽ PR വർക്ക്, പ്രൊപ്പഗണ്ട വർക്കിലൂടെ, അതോടൊപ്പം തന്നെ ഹൈടെക് ആളുകളെ സമാഹരിച്ചുകൊണ്ട് പരസ്യങ്ങളിലൂടെയും ഗീബിൾസിൻ്റെ തന്ത്രം പോലെ തന്നെ നുണപറച്ചിലൂടെയും പ്രത്യേകമായ അഡ്വർടൈസ്മെൻറ്റിലൂടെയും ഗുണ്ടായുസത്തിലൂടെയും അധികാരം കയ്യിലെടുത്തും ജനകോടികളെ വിഡ്ഢികളാക്കി ഭരിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. ആ സിദ്ധാന്തം കാടാപുഴകി എറിഞ്ഞുകൊണ്ട് ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരു മഹാവിപത്തിനെ തരണം ചെയ്തിരിക്കുകയാണ്. ഇതിലെ വശങ്ങളിലേക്ക് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് LDF ഗവൺമെൻറ് അതിദാരുണമായി പരാജയപ്പെട്ടത്? ഈ പരാജയത്തിൻ്റെ ഒന്നാമത്തെ കാരണം, അഴിമതി ഇല്ലെന്നും നീതി മാത്രമേ നടക്കൂ എന്നും ജനങ്ങൾക്ക് വിശ്വാസം വരണം. അപ്പോൾ എല്ലാവരും ഭരണത്തെ അനുകൂലിക്കും. ഇവിടെ അഴിമതി എല്ലാ തലങ്ങളിലും വ്യാപിപ്പിച്ചു. എന്നിട്ട് അതിനെതിരായിട്ടുള്ള കുതന്ത്രങ്ങൾ പ്രചരിപ്പിച്ച് അത് ശരിയാണെന്ന് പ്രചരിപ്പിക്കുന്നതായ ഒരു വസ്തുത നമ്മൾ കണ്ടു. ഭരണ രംഗത്തും അതേപോലെ തന്നെ ലോ രംഗത്തും ജനങ്ങൾ ഭയപ്പെട്ടു. കേരളം ഒരു നാർക്കോട്ടിക്സ് രാജ്യം, കൊളംബിയയോ വെനസ്വേലയോ പോലെയൊക്കെ ആവുമോ? സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലുമെല്ലാം യുവതലമുറ വഴിതെറ്റുന്ന, അതേപോലെ തന്നെ ഗവൺമെൻറ്റും മറ്റുള്ള ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ഡ്രഗ് മാഫിയ കൈയടക്കുമോ, ലിക്വർ മാഫിയ കൈയടക്കുമോ? ഇങ്ങനെ സർവ്വതരത്തിലും അഴിമതി, അസത്യം, സത്യമില്ലായ്മ വാണരുണ്ട്. ഇതിനെതിരെ ജനങ്ങൾ മൗനത്തിലായിരുന്നു. അതിനെ പ്രതികരിക്കാൻ സമയം കിട്ടിയപ്പോൾ കൂട്ടത്തോടെ യുവാക്കളും യുവതികളും സ്ത്രീകളും വൃദ്ധരും വയോധികരും എല്ലാവരും കൂടെ പ്രതികരിച്ചു, ഗവൺമെൻറ്റിനെ പുറത്താക്കി. അതോടൊപ്പം തന്നെ ഈ തത്വം മനസ്സിലാക്കുന്നത്, പ്രബുദ്ധരായ മലയാളികൾ ആരുടെയും അടിമകളായിട്ടും സ്വാതന്ത്ര്യമില്ലായ്മയും ജാതി മതവിദ്വേഷത്തിലൊന്നും ജീവിക്കുകയില്ല. അതേപോലെ മഹാനായ പഴയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ
ഉമ്മൻചാണ്ടിയുടെ അപമാനിച്ച് അദ്ദേഹത്തിനെ മരണത്തിലേക്ക് നയിച്ച അതിന് ഒരു മധുര പ്രതികാരമായിട്ട് ജനങ്ങൾ വിധിയെഴുതി. ആ വിധിയെഴുത്തിൻ്റെ ഫലമാണ് യാതൊരുവിധ കോലാഹല പ്രചരണമില്ലാതെ ചാണ്ടി ഉമ്മൻ മഹാഭൂരിപക്ഷത്തിനെ ജയിച്ചു കണ്ടത്. അതോടൊപ്പം ചാമക്കാല ഗണേഷ് കുമാറിനെ അട്ടിമറിച്ചു. പ്രമുഖരെല്ലാം വിറച്ചു. ഭരണ മന്ത്രിമാർ ഡസൻ പരം 13 മന്ത്രിമാർ കടപുഴി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉന്നതമായി തന്നെ പരാജയപ്പെട്ടു. മെഡിക്കൽ മന്ത്രി പരാജയപ്പെട്ടു. മുഖ്യമന്ത്രി തന്നെ തോൽവിയിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മന്ത്രി, അങ്ങനെ പ്രമുഖരായ മന്ത്രിമാരെല്ലാം തോറ്റ് സൂഡോ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും കൊള്ളയുടെയും കഥ പറഞ്ഞ ആളുകളെ ഗീബിൾസിൻ്റെ തന്ത്രമുപയോഗിച്ച് നുണ പറഞ്ഞു പറ്റിക്കാമെന്നുള്ള വ്യാമോഹമെല്ലാം തകർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള AKGയുടെയും EMSൻ്റെയും നായനാരുടെയും ഒക്കെ പാർട്ടി സ്വത്ത് സമ്പാദനത്തിനും ഒരു ദിവസവുമില്ലാതെ എവിടെ ചെന്ന് എത്തിപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണവും അതിൻ്റെ അനന്തരഫലവുമാണ് ഈ കാണുന്നത്. കോൺഗ്രസിൻ്റെ കഴിവുകൾ കൊണ്ടോ ഇതുകൊണ്ടൊന്നുമല്ല ഇത്രയും മെച്ചങ്ങൾ കിട്ടിയത്. ഭരണവിരുദ്ധതയും ഭരണത്തോടുള്ള ജനങ്ങളുടെ വെറുപ്പും വിദ്വേഷവുമാണ് ഇവിടെ പ്രകടമാക്കപ്പെട്ടത്. കോൺഗ്രസ് ഗവൺമെൻറ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലും എല്ലാവരും ഒത്തുനിന്ന് അവർ പരമാവധി പരിശ്രമിച്ചു. എങ്കിലും അവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഉന്നത വിജയം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇച്ഛാശക്തി നിറവേറണം, ജനസേവനമായിരിക്കണം ജനനായകന്മാരുടെ മുദ്രാവാക്യം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് ഈ റിസൾട്ട് വന്നിരിക്കുന്നത്. കേരള ജനതയെ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. ഇവിടെ മതങ്ങൾ അല്ല മനുഷ്യരാണ് വലുതെന്ന് ഒരിക്കൽ കൂടി കാണിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ ഉന്നത കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുള്ള നേതാക്കന്മാരെല്ലാം പാർട്ടിയുടെ അപജയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒറ്റയ്ക്ക് നിന്ന് എല്ലാവിധ പ്രതിലോമ ശക്തികളെയും തകർത്തുകൊണ്ട് അവർ ജയിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ജനവിരുദ്ധരായ ഗവൺമെൻറ് വലിച്ചെറിയപ്പെട്ടു. ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ അവരുടെ തിക്താനുഭവങ്ങൾ ജനങ്ങൾക്ക് വെളിപ്പെടുത്തി. സത്യമേ ഇല്ലാത്തതായ ഒരു കാലഘട്ടത്തിൽ നിന്ന് സത്യത്തിൻ്റെതായൊരു മാർഗത്തിലേക്ക് നടക്കണമെന്ന് ജനങ്ങൾ വഴികാട്ടി. ജനശക്തിയാണ് വലുത്, അധികാരത്തിൻ്റെ മർക്കടമുഷ്ടിയല്ല. ധാർഷ്ട്യത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശക്തികൾ എല്ലാ കാലത്തും നിലനിൽക്കില്ല എന്ന് ഉള്ള ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. അഴിമതിക്കാരായ നേതാക്കന്മാർ, അതേപോലെ ധാർഷ്ട്യം മൂത്ത നേതാക്കന്മാർ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കടപുഴകി താഴെ വീഴുന്നതായി കണ്ടു. അതുപോലെ തന്നെ അധികാരം മുതലെടുത്തുകൊണ്ട് കേസുകൾ തേച്ചു മായ്ച്ചുകളെയും ആചാരങ്ങളുടെയും അമ്പലക്കൊള്ള, സ്വർണ്ണക്കൊള്ള, ഡോളർ കടത്ത് എന്ന് വേണ്ട എല്ലാ തരത്തിലും കമ്മീഷൻ, അഴിമതി, സ്വജനപക്ഷപാതം, ഗുണ്ടായിസം, നാർക്കോട്ടിക്സ് ഡ്രിൽ, എല്ലാ വിധത്തിലുള്ളതായ തിന്മ രൂപങ്ങളെയും സഹായിക്കുന്ന ഭരണം ഉണ്ടാക്കുക, ഭരണം പിടിച്ചടക്കുക, അതേപോലെ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുക, അധികാരം ദുർവിനിയോഗം ചെയ്യുക, ഇങ്ങനെയൊക്കെ ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് വരുന്ന സ്ഥിതിവിശേഷവും ഈ തെരഞ്ഞെടുപ്പിലൂടെ വെളിവാക്കപ്പെടുകയാണ്. ഇത് മറ്റുള്ള ഗവൺമെൻറ്റുകൾക്കും മുന്നോട്ടുള്ള ഭാവിയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു ദിശാസൂചികയായിട്ട് നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, നമ്മുടെ ജനതയുടെ ഭാവി നമ്മുടെ ജനങ്ങൾ തന്നെ കയ്യിലെടുക്കുന്ന, കിട്ടിയ അവസരം വിനിയോഗിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടത്. ഇതെല്ലാവർക്കും ഒരു പാഠമായി ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു
ഗവൺമെൻറ്റും നല്ലൊരു ഭരണമുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതോടൊപ്പം തന്നെ ഈ പുതിയ ഗവൺമെൻറ്റിന് എല്ലാവിധ നല്ല ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി പ്രബുദ്ധരായ കേരള ജനതയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൂടി കൊടുത്തുകൊണ്ട് നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഡയറക്ടർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഔട്ട്.